വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. അവിടെ എന്താണ് ഗുസ്തിക്കുള്ള ഷൂ ഊരി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നു എന്നൊക്കെയുള്ള വൈകാരികമായ കരച്ചിലുകൾ, സങ്കടങ്ങൾ, വലിയ ധർമ്മസങ്കടങ്ങൾ കണ്ടു. എന്തായാലും ആ ധർമ്മ സമരങ്ങൾക്കിടെ, പ്രതിഷേധങ്ങൾക്കിടെ ഗുസ്തി ഫെഡറേഷനെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു. ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രാലയത്തിന്റെ നടപടി. വൈകി വന്ന വിവേകം എന്ന ഗുസ്തി താരം ഗീത ഫോഗട്ട് പ്രതികരിച്ചു. വ്യാഴാഴ്ച UP ഗോണ്ടയിൽ നടക്കാനിരുന്ന ദേശീയ ജൂനിയർ ഗുസ്തി മത്സരത്തിൽ ആശങ്ക അറിയിച്ച് സാക്ഷി മാലിക്കും രംഗത്തെത്തി. ഫെഡറേഷന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. വീണ്ടും വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ആരോപണമാണ് ഉയർന്നതെങ്കിൽ ഇപ്പോൾ ഇതേ ബ്രിജ്ഭൂഷന്റെ നിയന്ത്രണത്തിലാണ് പുതിയതായി തെരഞ്ഞെടുത്തവരും എന്നാണ് കായിക മന്ത്രാലയത്തിന്റെ ആരോപണം. ഭരണഘടനാ ലംഘനം നടത്തിയെന്നും കായിക മന്ത്രാലയം ആരോപിക്കുന്നു. സത്യസന്ധമായ ഫെഡറേഷൻ നടത്തിപ്പിന് ഇത് ഗുണകരമല്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. മന്ത്രാലയത്തിന്റെ നടപടിക്ക് പിന്നാലെ ഗുസ്തി താരം ഗീത ഫോഗട്ട് പ്രതികരിച്ചു. താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് എക്സിൽ കുറിച്ചത്. ഈ മാസം 28-ന് ബ്രിജ്ഭൂഷന്റെ മണ്ഡലമായ ഗോണ്ടയിൽ നടക്കാനിരിക്കുന്ന ദേശീയ ജൂനിയർ ഗുസ്തി മത്സരത്തിനെതിരെ സാക്ഷി മാലിക് ആശങ്ക അറിയിച്ചിരുന്നു. കായിക മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് സഞ്ജയ് സിംഗിന്റെ തീരുമാനമെന്നും സൂചനകളുണ്ട്. 24 ഡൽഹി.